ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമായ ലോഹങ്ങൾ പഠിക്കാം. ഇപ്പൊ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ലോഹങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ പലതരം വസ്തുക്കൾ നിർമ്മിക്കാൻ, ഉപകരണങ്ങളായിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, ആഭരണങ്ങളായിക്കോട്ടെ, അങ്ങനെ പലതരം വസ്തുക്കൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? ലോഹങ്ങളെ അല്ലെങ്കിൽ മെറ്റൽസിനെ യൂസ് ചെയ്യാറുണ്ട്. ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് കുറെ സവിശേഷതകൾ ലോഹങ്ങൾക്കുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ലോഹങ്ങളെ അറിയാം. ഏതൊക്കെ ലോഹങ്ങൾ നിങ്ങൾക്ക് അറിയാം? നമ്മുടെ ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി, അല്ലെ, അലുമിനിയം, അങ്ങനെ ഒരുപാട് ലോഹങ്ങളെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ലോഹങ്ങൾക്കെല്ലാം കുറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഓരോ പ്രത്യേകതകൾ കാരണമാണ് നമ്മൾ അതിനെ പല പല ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഇതെന്താ? ഇതൊരു അലുമിനിയം ഫോയിൽ ആണ്, അല്ലെ? നമ്മൾ ആഹാര വസ്തുക്കളൊക്കെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന, ഫുഡൊക്കെ പാക്ക് ചെയ്യാൻ സഹായിക്കുന്ന അലുമിനിയം ഫോയിൽ ആണിത്. ഇത് തന്നെ അലുമിനിയം കൊണ്ട് തന്നെയുള്ള ഒരു പാത്രമാണ്, അല്ലെ? വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഇതായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ്, മിഠായി ഒക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഈ അലുമിനിയം ഫോയിലും ഗോൾഡിന്റെ ഫോയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലോഹത്തിന്റെ ഏത് പ്രത്യേകത കൊണ്ട്, അലുമിനിയത്തിന്റെ ഏത് പ്രത്യേകത കൊണ്ടായിരിക്കും നമ്മൾ ഇതിനെ ഇങ്ങനെ ആഹാര വസ്തുക്കൾ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അലുമിനിയം എന്ന് പറയുന്ന ലോഹത്തിനെ അടിച്ച് പരത്തി 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 വളരെ തിന്നായിട്ടുള്ള, വളരെ കനം കുറഞ്ഞ തകിടാക്കി നമുക്കിവിടെ മാറ്റാൻ സാധിച്ചു. ശരിയല്ലേ? വളരെ കനം കുറഞ്ഞ, വളരെ നേർത്ത തകിടുകളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അലുമിനിയത്തെ ഇങ്ങനെ ആഹാര വസ്തുക്കൾ പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയേ. എത്ര അടിച്ചു പരത്തിയാലും ഇത്രയും തിന്നാവാത്ത ഒരു ലോഹമാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുമോ? വളരെ കട്ടി കൂടി ഇരിക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആ ഒരു സവിശേഷത, ആ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാനുള്ള ആ ഒരു ലോഹത്തിന്റെ പ്രത്യേകത അറിയപ്പെടുന്ന പേരാണ് മാലിയബിലിറ്റി. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് മാലിയബിലിറ്റി. ഓക്കെ, മാലിയബിലിറ്റി. അപ്പൊ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇതാണ് മാലിയബിലിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു അലുമിനിയം കമ്പി ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ചുറ്റുക ഉപയോഗിച്ച് അടിച്ചു നോക്കൂ. എന്താണ് കാണാൻ പറ്റുന്നത്? അത് നന്നായിട്ട് ഇങ്ങനെ വളരെ തിന്നായിട്ട് വരുന്നതായിട്ട്, ഇങ്ങനെ പരന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ അടിച്ചു പരത്തി നമുക്ക് എടുക്കാനുള്ള ഒരു മാലിയബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് അത് പരന്നു വരുന്നത്. ഇനി മിഠായികളും ചോക്ലേറ്റുകളും പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, മാലിയബിലിറ്റി. ഈ ഒരു മാലിയബിലിറ്റി ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ലോഹം അലുമിനിയം അല്ല, അത് ഏതാണ്? അത് സ്വർണമാണ്. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നല്ലതായിട്ട് മാലിയബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും നന്നായി നമുക്ക് അടിച്ചു പരത്താൻ പറ്റുന്ന ലോഹം ഏതാണെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ഗോൾഡ് അല്ലെങ്കിൽ സ്വർണമാണ്. ഓക്കെ, നമുക്ക് ഈ സ്വർണത്തിലൊക്കെ വളരെ തിന്നായിട്ടുള്ള ആഭരണങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, അല്ലെ? വളരെ കനം കുറഞ്ഞ ആഭരണങ്ങൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും, ആ മാലിയബിലിറ്റി കൂടുതലായത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. 1 ഗ്രാം സ്വർണം, കേവലം 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കും. അതേപോലെ 2 കിലോമീറ്ററിൽ കൂടുതൽ നീളത്തിൽ നമുക്കതിനെ വലിച്ചു നീട്ടാനും സാധിക്കും. അത് പൊട്ടിപ്പോവായിരിക്കും, പക്ഷെ നമുക്ക് വലിച്ചു നീട്ടാനായിട്ട് സാധിക്കും. വെറും 1 ഗ്രാം സ്വർണത്തിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. വെറും 1 ഗ്രാം സ്വർണത്തിനെ ഒരു 6.7 ചതുരശ്ര അടി പരപ്പളവിൽ നമുക്കതിനെ അടിച്ചു പരത്താനും ഏകദേശം 2 കിലോമീറ്റർ, ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കിലോമീറ്ററിലധികം നീളത്തിൽ നമുക്കതിനെ വലിച്ചു നീട്ടാനും സാധിക്കും. ഓക്കെ, ശരി. അപ്പൊ ഈ വലിച്ചു നീട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോ നമ്മൾ മാലിയബിലിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ലോഹത്തിനെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ പറ്റുന്ന പ്രത്യേകതയാണ് മാലിയബിലിറ്റി. ഇനി ലോഹത്തിനെ വലിച്ചു നീട്ടി 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 വളരെ നേർത്ത തിന്നായിട്ടുള്ള കമ്പികളാക്കി മാറ്റാനുള്ള കഴിവ്, വലിച്ചു നീട്ടാനുള്ള കഴിവ്, അതറിയപ്പെടുന്ന പേര് ഡക്റ്റിലിറ്റി എന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? ഡക്റ്റിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഡക്റ്റിലിറ്റി. അപ്പൊ ലോഹങ്ങളുടെ വളരെ പ്രയോജനമുള്ള മറ്റൊരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. സ്വർണത്തിന്റെ കേസിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണെന്ന് പറഞ്ഞു. സ്വർണത്തിന് ഡക്റ്റിലിറ്റി നന്നായിട്ട് കൂടുതലാണ്. സ്വർണത്തെ നമുക്ക് നല്ല രീതിയിൽ വലിച്ചു നീട്ടാൻ സാധിക്കും. പക്ഷെ സ്വർണത്തെക്കാൾ ഒരു പടി മുന്നിൽ ഡക്റ്റിലിറ്റിയുടെ കേസിൽ മുമ്പിൽ നിൽക്കുന്ന ആള് പ്ലാറ്റിനമാണ്. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്ലാറ്റിനമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം സ്വർണമാണ്. ഇനി
ഡക്റ്റിലിറ്റിയും മാലിബിലിറ്റിയും ഒരുപോലെ നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ പേര് പറയാം? നമുക്ക് സ്വർണത്തിന്റെ പേര് പറയാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതെന്താണ് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം? ഒരു ഫിലമെന്റ് ബൾബ് അല്ലെങ്കിൽ ഒരു ഇൻകാൻഡസെന്റ് ബൾബാണ്. നമ്മൾ പണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ബൾബ്, ഈ ഒരു ഫിലമെന്റ് ബൾബാണ് ഇതാ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്നത് ഫിലമെന്റ്. ഈ ബൾബിന്റെ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു നേർത്ത ഭാഗമാണ് ബൾബിന്റെ ഫിലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിലമെന്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മളൊരു ലോഹത്തെയാണ് ഉപയോഗിക്കുക. ആ ലോഹത്തിന്റെ പേര് ടങ്സ്റ്റൺ എന്നാണ്. ടങ്സ്റ്റൺ ലോഹത്തിനെയാണ് നമ്മൾ ഈ ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ബൾബ് മിക്കവാറും പേരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ബൾബായിരിക്കാം അല്ലെ? കുറച്ച് നാൾക്ക് മുന്നേ വരെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൾബ് ഈ ഒരു ബൾബാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫിലമെന്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വളരെ തിന്നാണ്, വളരെ നേർത്ത കമ്പിയാണ് ഈ പറയുന്ന ബൾബിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ടങ്സ്റ്റണിനെ ഈ ഒരു ബൾബിന്റെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ടങ്സ്റ്റണിന് നന്നായിട്ട് ഡക്റ്റിലിറ്റി പ്രദർശിപ്പിക്കാൻ സാധിക്കും. നന്നായിട്ട് നമുക്ക് അതിനെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ബൾബിലെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടങ്സ്റ്റൺ എന്ന ലോഹത്തിന്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുമെന്ന ടങ്സ്റ്റന്റെ കഴിവിനെയാണ് നമ്മളിവിടെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് ഇതിന്റെ ഹൈ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഉയർന്ന ഡക്റ്റിലിറ്റി പറയാം. ഇനി അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാറ്റിനം ആണ്. ഏറ്റവും നന്നായിട്ട് പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനം ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കോപ്പർ, സ്വർണം, നമ്മുടെ ചെമ്പ്, സ്വർണം പോലത്തെ വസ്തുക്കളെയും അല്ലെങ്കിൽ ആ ലോഹങ്ങളെയും നമുക്ക് നേർത്ത കമ്പികളാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റി ആണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലോഹങ്ങളുടെ രണ്ട് പ്രത്യേകതകളാണ് ഇത്ര നേരം പഠിച്ചത്. ഒന്ന് മാലിയബിലിറ്റി, അടിച്ചു പരത്തി കനം കുറഞ്ഞ് തകിടാക്കി മാറ്റാനുള്ള കഴിവ്. രണ്ട് ഡക്റ്റിലിറ്റി, വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവ്. ഇനി മൂന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഹാർഡ്നെസ് ആണ് അല്ലെങ്കിൽ കാഠിന്യമാണ്. ഹാർഡ്നെസ്. ലോഹം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തുവാണോ? അല്ല, നല്ല ഹാർഡായിട്ട് നല്ല കട്ടിയുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കാഠിന്യം ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. പക്ഷേ എല്ലാ ലോഹങ്ങളും ഭയങ്കര ഇരുമ്പ് പോലെ, ചെമ്പ് പോലെ കട്ടിയുള്ള, അത്രയും കട്ടിയുള്ള ലോഹങ്ങളാണോ എല്ലാം എന്ന് ചോദിച്ചാൽ അത് അല്ല എന്ന് നമുക്ക് ആൻസർ പറയേണ്ടി വരും. ചില ലോഹങ്ങൾ അവിടെ വ്യത്യസ്തന്മാരായിട്ട് നിൽപ്പുണ്ട്, കട്ടി കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട്. എന്നാൽ പൊതുവെ ലോഹങ്ങളുടെ പ്രത്യേകത അവ കട്ടിയുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിക്കോളൂ. നമ്മളൊരു കഷ്ണം സോഡിയം എടുത്തു. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ സോഡിയത്തെ കണ്ടിട്ടുണ്ട് അല്ലെ? ഒരു പീസ് നമ്മൾ സോഡിയം ഇങ്ങനെ എടുത്തു. ഈ സോഡിയത്തിനെ ജസ്റ്റ് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സോഡിയത്തെ നമുക്ക് മുറിക്കാനായിട്ട് സാധിക്കും. വെറും ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ പറ്റും. അതായത് സോഡിയത്തിന്റെ കട്ടി കുറവാണ് എന്നല്ല ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പീസ് ഇരുമ്പെടുത്ത് അല്ലെങ്കിൽ ഒരു പീസ് ചെമ്പെടുത്ത് വെറുതെ ബ്ലേഡ് കൊണ്ട് മുറിക്കാൻ പറ്റുമോ? ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കുമോ? പറ്റില്ല. പക്ഷെ സോഡിയം എന്ന് പറയുന്ന ലോഹം കട്ടി കുറഞ്ഞ ലോഹമാണ്. അതിന് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് നിഷ്പ്രയാസം എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കോളൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായവ അറിയപ്പെടുന്ന പേര് മൃദുലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് എന്നാണ്. മൃദുലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ്. ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് മുറിക്കാൻ സാധിക്കും. അപ്പോൾ തന്നിരിക്കുന്നതിൽ മൃദുലോഹം ഏത് അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓർത്തു വെച്ചിരിക്കുക. സോഡിയം, ലിഥിയം, പൊട്ടാസ്യം മുതലായവയൊക്കെ സോഫ്റ്റ് മെറ്റൽസിന്റെ ഉദാഹരണമാണ്, മൃദുലോഹങ്ങളുടെ ഉദാഹരണം ആണ്. ഇനി അതേപോലെ മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞ മറ്റ് ലോഹങ്ങളാണ് ഗാലിയം, സീഷ്യം മുതലായവ. ഗാലിയം, സീഷ്യം മുതലായവയും കട്ടി കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഗാലിയം, സീഷ്യം മുതലായവയും കട്ടി കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പ്രത്യേകതയാണ് നമ്മളിപ്പോ പഠിച്ചത്, കാഠിന്യം. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത മാലിബിലിറ്റി ആയിരുന്നു, രണ്ടാമത്തെ പ്രത്യേകത ഡക്റ്റിലിറ്റി ആയിരുന്നു, മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് നമ്മളിപ്പോ പഠിച്ചത് കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ് ആണ്. ഇനി നമുക്ക് നാലാമത്തെ പ്രത്യേകതയിലേക്ക് പോകാം. അത് അറിയപ്പെടുന്ന പേര് ലോഹദ്യുതി എന്നാണ്, അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയും. ഓക്കെ, മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി എന്ന് പറയും. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ സോഡിയത്തെ നമ്മൾ മുറിച്ചു അല്ലെ? ഇങ്ങനെ സോഡിയത്തെ മുറിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും പുതിയതായിട്ടുണ്ടായ സർഫസ് ആണല്ലോ. അത്ര നേരം അത് കൂടിയിരിക്കുകയായിരുന്നു. മുറിച്ചപ്പം ആ രണ്ട് വശത്തും ഒരു പുതിയ പ്രതലം ഉണ്ടായി അല്ലെ? ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പുതിയ പ്രതലം നല്ല തിളക്കമുള്ളതായിരിക്കും. സാധാരണ അതിന്റെ ബാക്കി ഭാഗത്തെ അപേക്ഷിച്ച് പെട്ടെന്ന് പുതിയതായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രതലം നല്ല തിളക്കമുള്ള പ്രതലമായിരിക്കും.
ഇങ്ങനെ ആ ഒരു തിളക്കം പുറപ്പെടുവിക്കാനുള്ള ആ ലോഹത്തിന്റെ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ. ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ. ഓക്കെ, ഇപ്പൊ സ്വർണത്തിന് ലോഹദ്യുതി നന്നായിട്ട് കൂടുതലുള്ള ഒരു ലോഹമാണ് സ്വർണം അല്ലെ. നമ്മുടെ അലുമിനിയം ആണെങ്കിലും ഒക്കെ ലോഹദ്യുതി ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് തുറന്നു വെച്ച് കഴിയുമ്പോൾ ഇപ്പൊ സോഡിയത്തിന്റെ കേസിലാണെങ്കിലും നമ്മൾ മുറിച്ച സമയത്ത് നന്നായിട്ട് തിളക്കം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം അത് വെറുതെ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ തിളക്കം പയ്യെ പയ്യെ മങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ലോഹദ്യുതി ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പലതരം വായുവിൽ കാണുന്ന പലതരം ഘടകങ്ങളുമായിട്ട് ഈ ലോഹം റിയാക്ഷനിൽ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പുതിയ സംയുക്തങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിന്റെ തിളക്കം എന്ത് ചെയ്തു പോകുന്നത്, മങ്ങിപ്പോകുന്നത്. ഇപ്പൊ അലുമിനിയത്തിന്റെ ഒക്കെ ഒരു കമ്പി നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ സാൻഡ് പേപ്പർ ഇല്ലേ, വീടൊക്കെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ, ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ, ആ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു അലുമിനിയത്തിന്റെ കമ്പിയെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി തിളക്കം അവിടെ ഉണ്ടാകും. കാരണം അവിടെ നമ്മുടെ അന്തരീക്ഷ വായുവായിട്ട് ചേർന്ന് ആ ഒരു ലോഹം അന്തരീക്ഷ വായുമായിട്ട് ചേർന്ന് മറ്റെന്തെങ്കിലും സംയുക്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് ഇളകി പോവുകയും ആ ഒരു പഴയ തിളക്കം അതിനെ കിട്ടുകയും ചെയ്യുന്നതാണ് അതിന്റെ കാരണം. അപ്പൊ ലോഹദ്യുതി എന്താന്ന് മനസ്സിലായി. നമ്മൾ ലോഹത്തെയൊക്കെ മുറിക്കുമ്പോൾ അവിടെ പുതിയതായിട്ട് ഉണ്ടാകുന്ന സർഫസ് നല്ല തിളക്കമുള്ള സർഫസ് ആയിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലോഹദ്യുതി. ഓക്കെ, ലോഹദ്യുതി. ഇനി നമ്മൾ പാചകം ചെയ്യാൻ പല പല പാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് അല്ലെ. പല പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അലുമിനിയത്തിന്റെ പാത്രങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഒരു ലോഹത്തിന്റെ എന്ത് പ്രത്യേകതയാണ് നമ്മളിവിടെ പാചകപാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? പാചകം ചെയ്യണമെങ്കിൽ ചൂട് വേണമല്ലോ, താപം വേണമല്ലോ. അപ്പൊ താപത്തെ കടത്തിവിടാനുള്ള കഴിവ് ആർക്ക് വേണം? നമ്മുടെ ലോഹങ്ങൾക്ക്, നമ്മുടെ പാത്രങ്ങൾക്ക് വേണം. ലോഹം കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾക്ക് വേണം. അപ്പോ ഈ ലോഹങ്ങൾക്ക് താപത്തെ കടത്തിവിടാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരാണ് താപചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ ലോഹങ്ങൾക്ക് താപത്തെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. ആ കഴിവിന് നമ്മൾ വിളിക്കുന്ന പേരാണ് താപചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി. ലോഹങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്? താപചാലകങ്ങളാണ്. ലോഹങ്ങൾ താപത്തെ നന്നായിട്ട് കടത്തിവിടുന്ന ആൾക്കാരാണ്. ലോഹങ്ങൾ പൊതുവെ താപചാലകങ്ങൾ ആണ്. ഓക്കെ, അടുത്തത് PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. താപചാലകം ഏതാന്ന് ചോദിച്ചാൽ അത് വെള്ളിയാണ്. സിൽവർ ആണ് ഏറ്റവും മികച്ച താപചാലകം, വെള്ളിയാണ്. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി ഇവിടെ കൂടെ പറയുവാണേ, ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിന് നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്നാണ്. അപ്പൊ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് താപത്തെ കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത. ഇനി വൈദ്യുതിനെ കടത്തിവിടാനുള്ള കഴിവിന് പറയുന്ന പേരാണ് എന്ത്? വൈദ്യുത ചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഈ ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവ് എന്ത് തന്നെയാണ്? വെള്ളി തന്നെയാണ്. അപ്പൊ ഏറ്റവും മികച്ച താപചാലകവും വെള്ളി തന്നെയാണ്, ഏറ്റവും മികച്ച വൈദ്യുത ചാലകവും വെള്ളി തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് ചൂടിനെ കടത്തിവിടുന്നതും അതേപോലെ കറണ്ടിനെ കടത്തിവിടുന്നതും ആര് തന്നെ? നമ്മുടെ വെള്ളി തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുകയാണെങ്കിൽ, മുന്നിലേക്ക് വന്ന് നോക്കിയാൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ അലുമിനിയവും കോപ്പറും ഒക്കെ അതിന്റെ പിന്നാലെ വരുന്ന ആൾക്കാരാണ്. ഇവരും നന്നായിട്ട് എന്ത് ചെയ്യുന്നു? താപത്തെ കടത്തിവിടുന്നുണ്ട്. അപ്പൊ അലുമിനിയം കൊണ്ടുള്ള പാത്രങ്ങളും കോപ്പർ, ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങളും ഒക്കെ നമ്മൾ നിർമ്മിക്കാറുണ്ടല്ലേ. അതിന്റെ കാരണം അത് നല്ല താപചാലകം ആയതുകൂടെ കൊണ്ടാണ്. ഇനി ഇവിടെ വൈദ്യുത ചാലകതയുടെ കേസിൽ വന്നാൽ വെള്ളിയാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം എന്ന് അറിയാം. അതിന്റെ തൊട്ട് പുറകെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കോപ്പറും അലുമിനിയവും അതിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. നന്നായിട്ട് വൈദ്യുതിനെ കടത്തിവിടാനായിട്ട് ഇവർക്ക് സാധിക്കും. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള വൈദ്യുത കമ്പികൾ അല്ലെ, വൈദ്യുത കമ്പികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വീടിന്റെ പുറത്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അലുമിനിയം കൊണ്ടാണ് അല്ലെ, അലുമിനിയം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അലുമിനിയത്തിനും കോപ്പറിനും ഒക്കെ നല്ല മികച്ച വൈദ്യുത ചാലകത ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാ പഠിച്ചേ? നമുക്ക് ഓരോന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത് നമ്മൾ ആദ്യം പഠിച്ചത് മാലിയബിലിറ്റി ആണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന പ്രത്യേകതയാണ് മാലിയബിലിറ്റി. രണ്ടാമത് പഠിച്ചത് ഡക്റ്റിലിറ്റി ആണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. മൂന്നാമത് പഠിച്ചത് ലോഹങ്ങളുടെ കാഠിന്യം അഥവാ ഹാർഡ്നെസ് ആണ്. ലോഹങ്ങൾ പൊതുവെ കട്ടി കൂടിയ ആൾക്കാരാണ്, നന്നായിട്ട് ഹാർഡായിട്ട് ഉറപ്പോടെയാണ് അതിൽ ഇരിക്കുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ലോഹദ്യുതി എന്ന പ്രത്യേകതയാണ്. ലോഹങ്ങളുടെ പ്രതലം നിലത്തിളക്കമുള്ളതായിരിക്കും. ഇതിനുള്ള ഈ ഒരു തിളക്കത്തിന് പറയുന്ന പേരാണ് ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ. ഇനി ലോഹങ്ങൾ പൊതുവെ താപചാലകങ്ങളായിരിക്കും. നന്നായിട്ട് ചൂടിനെ കടത്തിവിടാൻ അവർക്ക് സാധിക്കും. അടുത്ത് പഠിച്ചത് ലോഹങ്ങൾ പൊതുവെ എന്ത് ചാലകങ്ങളാണ്? വൈദ്യുത ചാലകങ്ങളാണ്. നന്നായിട്ട് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവും അവർക്ക് ഉണ്ട്. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തൊരു പരീക്ഷണം ചെയ്യാൻ പോകുന്നു. ഒരു ലോഹത്തിന്റെ പാത്രവും ഒരു മൺപാത്രവും എടുത്തിട്ട് അതിൽ നമ്മൾ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുന്നു. രണ്ടിലും നമ്മൾ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുന്നു. ഏറ്റവും നന്നായിട്ട് ശബ്ദം പുറത്തേക്ക് വന്നത് ഏതിൽ തട്ടിയപ്പോഴായിരിക്കും? ഈ ലോഹപാത്രത്തിൽ തട്ടിയപ്പോഴായിരിക്കില്ലേ സൗണ്ട് നന്നായിട്ട് പുറത്തു വന്നത് മൺപാത്രത്തെക്കാളും? ഓക്കെ, അപ്പൊ ഈ ലോഹങ്ങൾക്ക് ശബ്ദം, അതിന്റെ പ്രതലത്തിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ട് തട്ടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഈ കഴിവല്ലേ നമ്മൾ ഈ ഒരു നമ്മുടെ സ്കൂളിൽ കാണുന്ന ആ ഒരു ബെല്ല്, മണി അല്ലെ, അതിനകത്ത് അതേപോലെ ഈ പറയുന്ന ഇലത്താളം നമ്മളിങ്ങനെ കൊട്ടുന്ന സമയത്ത് അതിന്ന് ശബ്ദം വരുന്നു അല്ലെ. ഇതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെ അല്ലേ. ഇത് പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെ നമ്മൾ സൊണോറിറ്റി എന്നാണ് പറയുക. സൊണോറിറ്റി എന്ന് പറയും, PYQ ആണ്. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൊണോറിറ്റി എന്ന് പറയുന്നത്. ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇലത്താളം, മണികൾ മുതലായവ നിർമ്മിക്കാനായിട്ട് നമ്മൾ ലോഹത്തെ ഉപയോഗിക്കാനുള്ള കാരണം, അതിന്റെ ഏത് സവിശേഷതയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സവിശേഷതയാണ്? സൊണോറിറ്റി ആണ്. ഓക്കെ, സൊണോറിറ്റി ആണ്. ക്ലിയർ? അപ്പോൾ ഇത്ര നേരം പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഒരാളിനെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തത് ആരെയാണ്? സൊണോറിറ്റീനെയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഓക്കെ, സൊണോറിറ്റീനെയാണ് ആഡ് ചെയ്തത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലോഹങ്ങളുടെ ആ ഒരു ദ്രവണാങ്കം അല്ലെങ്കിൽ അത് ഉരുകുന്ന ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്? ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഒരു ഖരവസ്തു ഉരുകി ദ്രാവകമായി മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു താപനിലയ്ക്കാണ് നമ്മൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റ് കുറവ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഒരു ദ്രവണാങ്കം കുറവെന്ന് പറഞ്ഞാൽ അത് വേഗത്തിൽ ഉരുകും അല്ലെ. കുറച്ച് താപനില കൊടുക്കുമ്പോൾ തന്നെ വേഗത്തിൽ ഉരുകും എന്നാണ് അർത്ഥം. ദ്രവണാങ്കം കൂടുതൽ എന്ന് പറഞ്ഞാലോ അത്രയും ഉയർന്ന താപനിലയിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഉരുകുകയുള്ളൂ. അപ്പൊ ദ്രവണാങ്കം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉയർന്ന താപനിലയിലേക്ക് പോകണം, എന്നാലാണ് ഉരുകുക. ശരി, ലോഹങ്ങൾ പൊതുവെ പെട്ടെന്ന് ഉരുകുന്ന ആൾക്കാരാണോ അതോ പതിയെ ഉരുകുന്ന ആൾക്കാരാണോ? ഒരുപാട് സമയമെടുത്ത് ഉരുകുന്ന ആൾക്കാരാണോ? ഉറപ്പായിട്ടും ലോഹങ്ങൾ ഒരുപാട് സമയമെടുത്ത്, പെട്ടെന്നൊന്നും അങ്ങനെ ഉരുകി പോകില്ല അല്ലെ. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ലോഹങ്ങൾ ഉരുകി പോകാറുണ്ടോ? ഇല്ല, വളരെ സമയം എടുത്തിട്ടാണ് ഉരുകുന്നത്. അപ്പൊ ലോഹങ്ങൾക്ക് പൊതുവെ ദ്രവണാങ്കം കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ദ്രവണാങ്കം കൂടുതലായിരിക്കും. അപ്പൊ ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും, ചെറിയ താപനിലയിൽ ഒന്നും ഉരുകത്തില്ല, ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. അപ്പൊ ലോഹങ്ങളുടെ രണ്ട് പ്രത്യേകതകൾ ഓർത്തു വെക്കുക. അവരുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഉയർന്ന താപനിലയിൽ ഉരുകുന്ന ആൾക്കാരാണ്. പൊതുവെ ലോഹങ്ങളുടെ സാന്ദ്രത എന്ന് പറയുന്നത് കൂടുതലും ആണ്. ഓക്കെ, ഈ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്നറിയോ? സാന്ദ്രത കൂടിയത്, ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ് കേട്ടോ. സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയമാണ്. ഓസ്മിയം. ഓക്കെ, അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാലിയം, സീഷ്യം, പിന്നെ നമ്മുടെ മെർക്കുറി, ഇവരൊക്കെ വളരെ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ആൾക്കാരാണ്. ഇവരുടെ ദ്രവണാങ്കം കുറവാണ്. അപ്പൊ നമ്മൾ നേരത്തെയും കാഠിന്യത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ സാധാരണ ലോഹങ്ങളൊക്കെ നല്ല കാഠിന്യമുള്ള വസ്തുക്കളാന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെയും വ്യത്യസ്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ സോഡിയം, പൊട്ടാസ്യം പോലത്തെ ആൾക്കാരൊക്കെ കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിക്കാൻ പറ്റി. അതേപോലെ ഇവിടെയും നമ്മൾ പറയുന്നു ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിലാണ് ഉരുകുന്നത്. പക്ഷെ അവിടെയും വ്യത്യസ്തന്മാരുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ല, കുറച്ചു പേര് വ്യത്യാസം പുലർത്തുന്നുണ്ട്. ചില ആൾക്കാർ ചെറിയ താപനിലയിൽ ഉരുകാറുണ്ട്, അവരുടെ ദ്രവണാങ്കം കുറവായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരുടെ എക്സാമ്പിളുകളാണ് ഗാലിയം, സീഷ്യം, മെർക്കുറി. ഇവന്മാരൊക്കെ പൊതുവെ ചെറിയ താപനിലയിൽ ഉരുകുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ ഒരു പീസ് ഗാലിയം എടുത്ത് നമ്മൾ കൈവെള്ളയിൽ വെച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചു. ആ ഒരു കൈവെള്ളയുടെ ചൂട് കൊണ്ട് പോലും ഉരുകാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗാലിയത്തിന് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. മെൻഡലീവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ആ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, ഞാനൊരു മൂലകം എടുത്ത് എന്റെ കൈവെള്ളയിൽ വെച്ചാൽ മതി, അത് ഉരുകും എന്ന് മെൻഡലീവ് ഒരു മൂലകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് മൂലകമാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഗാലിയത്തെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ആ ഒരു ചെറിയ ചൂട് മതി അതിന് ഉരുകാനായിട്ട്. ഓക്കെ, ഇനി സാധാരണ താപനിലയിൽ ഈ നമ്മുടെ ലോഹങ്ങളൊക്കെ ഖരരൂപത്തിലല്ലേ ഇരിക്കുന്നേ. അതായത് നമ്മുടെ ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി ഇവരൊക്കെ നല്ല കട്ടിയായിട്ട് ഖരരൂപത്തിലാണ് ഇരിക്കുന്നത് അല്ലെ.
എന്നാൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമുണ്ട്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമുണ്ട്. അത് മെർക്കുറി ആണെന്ന് ഓർത്തു വെക്കണേ. ദ്രാവക ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. അതായത് മെർക്കുറിക്ക് നമ്മുടെ സാധാരണ താപനില എത്തുന്നതിന് മുന്നേ തന്നെ അത് ഉരുകിപ്പോകുന്നു. അതിന്റെ ദ്രവണാങ്കം അത്രയും കുറവാണ്. അപ്പൊ സാധാരണ താപനിലയിൽ മെർക്കുറി ഇങ്ങനെ ദ്രാവകമായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ തുള്ളി പോലെ ഒരു ദ്രാവക രൂപത്തിലാണ് നമ്മുടെ മെർക്കുറി ഇരിക്കുന്നത്. അത് ഖരരൂപത്തിലല്ല ഇരിക്കുന്നത്. അപ്പൊ ദ്രാവക ലോഹം മെർക്കുറിയാണ്. നമ്മുടെ ഈ പാഠത്തിൽ പഠിക്കാനില്ലെങ്കിലും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയാം. ദ്രാവക രൂപത്തിൽ സാധാരണ താപനിലയിൽ ദ്രാവക രൂപത്തിൽ ഇരിക്കുന്ന അലോഹമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ബ്രോമിൻ ആണ് കേട്ടോ. ദ്രാവക രൂപത്തിൽ ഇരിക്കുന്ന അലോഹം ചോദിച്ചാൽ ബ്രോമിൻ ആണ്. ലോഹം ചോദിച്ചാൽ മെർക്കുറി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഗാലിയം, സീഷ്യം, മെർക്കുറി മുതലായ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ആൾക്കാരാണ്. അവരുടെ ദ്രവണാങ്കം കുറവാണ്. ഇനി സാന്ദ്രതയുടെ കേസ് നമ്മൾ പറഞ്ഞു. പൊതുവെ ലോഹങ്ങൾക്ക് സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞു. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം ആണെന്ന് പറഞ്ഞു. ഇനി സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ആൾക്കാരൊക്കെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. അവരുടെ ഡെൻസിറ്റി, സാന്ദ്രത എന്ന് പറഞ്ഞ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ആൾക്കാരുടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെ കുറവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് PSC ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ് കേട്ടോ. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹവും ലിഥിയമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാലും ആരാണ്? ലിഥിയമാണ്. ഓർത്തുവെക്കുക. ഇതൊന്നും ഇവിടെ നമുക്ക് ഡയറക്റ്റ് പഠിക്കാനില്ല, പക്ഷെ PSCക്ക് ചോദിക്കാറുണ്ട്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാൽ ലിഥിയം ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ സൊണോറിറ്റി വരെ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലോഹങ്ങളുടെ ദ്രവണാങ്കം കൂടുതലാണ്, അതേപോലെ സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞു. അതിന്റെ എക്സെപ്ഷൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഓക്കെ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ചില ലോഹങ്ങളുടെ ദ്രവണാങ്കവും തിളനിലയും സാന്ദ്രതയും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത്, വേറൊന്നുമില്ല. ഏതൊരു ഖരവസ്തുവിനെയും അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാനായിട്ട് സാധിക്കും. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് നമ്മൾ ദ്രവണാങ്കം എന്ന് വിളിക്കുന്നത്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ പോയിന്റ് തന്നെയാണ്. ഒരു ഖരവസ്തു ഉരുകി ദ്രാവകമായിട്ട് മാറുന്ന താപനിലയ്ക്കാണ് എന്ത് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി വെള്ളം തിളച്ച് നീരാവി ആവില്ല. നമ്മുടെ വെള്ളത്തിന്റെ കേസിലേക്ക് ആലോചിച്ച് നോക്കൂ. വെള്ളം തിളച്ച് നീരാവിയായിട്ട് മാറും അല്ലെ. അതായത് ദ്രാവകം വാതകമായിട്ട് മാറുമല്ലോ. ആ താപനിലയ്ക്ക് നമ്മൾ പറയുന്നത് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയെയാണ് നമ്മൾ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖരം ഉരുകി ദ്രാവകമായിട്ട് മാറുന്ന താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. ഒരു ദ്രാവകം എന്തായിട്ട് മാറുന്നു? വാതകമായിട്ട്, തിളച്ച് വാതകമായിട്ട് മാറുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണ് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മുടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ഉയർന്ന താപചാലകതയാണ്, ഉയർന്ന വൈദ്യുത ചാലകതയാണ്, മാലിബിലിറ്റി ഉണ്ട്, ഡക്ടിലിറ്റി ഉണ്ട്, ഉയർന്ന സാന്ദ്രതയുണ്ട്, പിന്നെന്താ ദ്രവണാങ്കം കൂടുതലാണ് എഴുതിയിട്ടുണ്ട് അല്ലെ. ഉയർന്ന ദ്രവണാങ്കമാണ്, സൊണോറിറ്റി ഉണ്ട്, ഓക്കെ, ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും, ലോഹദ്യുതി ഉണ്ട്, മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി, ഓക്കെ, ലോഹദ്യുതി ഉണ്ട്. ഇതൊക്കെ ആരുടെ പ്രത്യേകതകളാണ്? നമ്മുടെ ലോഹങ്ങളുടെ പ്രത്യേകതകൾ ആണ്. ക്ലിയർ? ശരി. ഇനി ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ടേബിൾ ആണ്. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോഹങ്ങളെ യൂസ് ചെയ്യാം. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താണ് കാരണം? വൈദ്യുത കമ്പി വൈദ്യുത ചാലകതയുണ്ടല്ലേ, അതിന് നല്ല വൈദ്യുത ചാലകതയുണ്ട്. അതേപോലെ നേർത്ത തകിടുകൾ വലിച്ചു നീട്ടാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? അതിന്റെ ആ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വൈദ്യുത കമ്പികൾ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ആഹാര വസ്തുക്കൾ പൊതിയുന്ന അലുമിനിയം ഫോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതിനെ നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ മാലിബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താന്ന് പറയൂ? ഉയർന്ന താപചാലകതയുണ്ട്, കാഠിന്യമുണ്ട്. താപചാലകതയും കാഠിന്യം ഉള്ളത് കൊണ്ടാണ് പാത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ അവയെ യൂസ് ചെയ്യുക. കൃഷി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് ഉറപ്പുണ്ടല്ലേ, കാഠിന്യമാണ്, ഉറപ്പുണ്ട്, നല്ല കാഠിന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ലോഹങ്ങൾ, ഇരുമ്പ് പോലത്തെ ലോഹങ്ങളെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ആരാധനാലയങ്ങളിലെ മണികൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ലേ? നമ്മുടെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നമ്മൾ മണികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട്? ലോഹങ്ങളെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താ? സൊണോറിറ്റി അല്ലെ. സൊണോറിറ്റി, ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവാണ്. സൊണോറിറ്റിയാണ്. സൊണോറിറ്റി അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് കരുതുന്നു.
ഓക്കെ. ഇനി ഈ ലോഹങ്ങളൊക്കെ എപ്പോഴും നന്നായിട്ടിരിക്കുമോ? ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എല്ലാ കാലത്തും ലോഹങ്ങൾ നന്നായിട്ട് ഇരിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ഇരുമ്പാണെങ്കിൽ കുറെ ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പോകും അല്ലെ. അതേപോലെ ചെമ്പാണെങ്കിൽ ക്ലാവ് പിടിക്കാറുണ്ട്. ക്ലാവ് പിടിക്കാറുണ്ട് പച്ച നിറത്തില്. അങ്ങനെ ലോഹങ്ങൾക്ക് പൊതുവെ എന്തുണ്ടാവാറുണ്ട്? നാശനം ഉണ്ടാവാറുണ്ട്. ലോഹങ്ങൾ നശിക്കാറുണ്ട്. ഓക്കെ. ഇങ്ങനെ ഒരു ലോഹം നശിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ലോഹനാശനം. ഓക്കെ, എന്താണ് അറിയപ്പെടുന്നത്? ലോഹനാശനം എന്ന് അറിയപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഈ സ്വർണം, അതേപോലെ പ്ലാറ്റിനം, നമ്മുടെ വെള്ളി, നമ്മൾ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ലോഹങ്ങൾ അത്ര വേഗത്തിൽ നശിച്ചു പോകുന്നുണ്ടോ? നമ്മൾ കഴുത്തിൽ വളയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ. ബാക്കിയുള്ള ഇരുമ്പും ചെമ്പും ഒക്കെ തുരുമ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അത്രയും വേഗതയിൽ ഇവമാര് നശിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് കുറച്ചുകൂടി ലോഹനാശനത്തെ ചെറുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ. പിന്നെ നമ്മള് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ് കേട്ടോ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ലോഹനാശനത്തിന്റെ എക്സാമ്പിൾസ്. വീടിന് പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിച്ചു പോകും. നമ്മുടെ ജനലിലൊക്കെ പണ്ട് ഈ ജനലിലൊക്കെ നമ്മൾ ഈ പെയിന്റ് അടിക്കുന്ന സമയത്തില്ലേ, ആ പെയിന്റ് ഒക്കെ ഇളകിയിട്ട് അവിടുന്ന് നമുക്ക് ആ ഒരു ലോഹത്തിന്റെ പാർട്ട് ഇങ്ങനെ തുരുമ്പെടുത്ത് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതൊക്കെ ലോഹനാശനത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം മുതലായ ആൾക്കാരെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അവർക്ക് ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ലോഹനാശനം കുറവായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇനി അലുമിനിയം പാത്രത്തില് മോര് സൂക്ഷിക്കാറില്ല. അതിന്റെ കാരണം എന്താ? അതെന്താ ഇവിടെ പറയാൻ കാരണം ഒന്ന് ആലോചിച്ചോ നിങ്ങള്. അലുമിനിയം എന്ന് പറഞ്ഞാൽ ഒരു ലോഹമാണ് അല്ലെ, ലോഹമാണ്. ഈ അലുമിനിയം നമ്മുടെ മോരിനകത്ത് കാണുന്നത് ആസിഡ്. ഓക്കെ, ആസിഡ്. ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ അലുമിനിയം അല്ലെങ്കിൽ ആ ലോഹം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തത്. അപ്പോൾ ഈ ലോഹനാശനത്തിന് ആസിഡുകളും ഒരു കാരണമാവുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലെ. ആസിഡുകളുടെ സാന്നിധ്യം കൊണ്ട് ലോഹം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നശിച്ചു പോവാറുണ്ട്. ഇനി ആലോചിച്ച് നോക്കും, നമ്മുടെ നാരങ്ങയിൽ എന്ത് ആസിഡാ ഉള്ളത്? സിട്രിക് ആസിഡ് ഉണ്ട് അല്ലെ നാരങ്ങയിൽ. ഈ നാരങ്ങ ഉപയോഗിക്കാൻ നമ്മൾ ഇരുമ്പ് കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പ് കത്തി പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാരങ്ങയൊക്കെ നമ്മൾ മുറിച്ചിട്ട് അത് കഴുകാതെയൊക്കെ ഉണക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് തുരുമ്പ് വരുന്ന കാണാൻ പറ്റും. അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കത്തിയാണ് നാരങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണവും ഈ ലോഹനാശനം തന്നെ. നമ്മുടെ നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. ആ ആസിഡ് ആ ലോഹവുമായിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ നാശനം നടക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ മുറിക്കാത്തത്. ഓക്കെ. ഇനി ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നു. അതിന്റെയും കാരണം ലോഹനാശനം തന്നെ. ചെമ്പ് മറ്റു പല വസ്തുക്കളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലാവ് പിടിക്കുന്നതാണ് അതിന്റെ കാരണം. ഓക്കെ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഈ ഒരു ലോഹനാശനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രവർത്തനം. ലോഹങ്ങൾക്ക് അന്തരീക്ഷ വായുവുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, സോഡിയം എടുത്ത് നമ്മളൊരു കത്തി ഉപയോഗിച്ചതായി ഇങ്ങനെ മുറിച്ചു. അവിടെ ഈ പുതിയതായിട്ടുണ്ടായ പ്രതലത്തിൽ നല്ല തിളക്കം ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഈ ഒരു ഭാഗം നമ്മൾ കുറെ സമയം വെറുതെ ഇങ്ങനെ അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തിളക്കം പതിയെ നശിച്ചു പോകുന്നു. അതിന്റെ കാരണം എന്ത് തന്നെ? ഈ ഒരു അന്തരീക്ഷ വായുവിലുള്ള പല ഘടകങ്ങളുമായിട്ട് സോഡിയം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതാണ് ആ ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം. നേരത്തെ ഞാൻ പറഞ്ഞ ആ സെയിം എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അലുമിനിയം കമ്പി എടുത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരയ്ക്കാൻ പറയുന്നുണ്ട്. നല്ല തിളക്കം കാണാൻ പറ്റും അല്ലെ. അതിന്റെ കാരണം അവിടുത്തെ കോട്ടിങ് ഇളകി പോകുന്നത് കൊണ്ടാണ്. പക്ഷെ കുറെ ദിവസം അങ്ങനെ വച്ചിരുന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അത് പഴയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ കാരണവും ഈ ഒരു ലോഹനാശനം തന്നെയാണ്. ഓക്കെ. അപ്പൊ നോക്കുക, ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതിന്റെ ഫലമായി ലോഹത്തിന്റെ പ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുന്നു. ഇതാണ് നമ്മുടെ ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയും. ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലോഹങ്ങൾക്ക് ജലവുമായിട്ട് പ്രവർത്തനം ഉണ്ടോ എന്ന് നോക്കാം. ലോഹങ്ങൾക്ക് ജലവുമായിട്ട് പ്രവർത്തനം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. നോക്കുക, നമ്മൾ 2 ബീക്കർ എടുത്തു. ഓക്കെ, 2 ബീക്കർ നമ്മൾ എടുത്തു. ഇതിനകത്ത് 2 നമ്മൾ ഒരേ അളവിൽ വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ജലം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ഒരു കഷ്ണം സോഡിയം ഇട്ട് കൊടുത്തു, മറ്റൊന്നിൽ നമ്മൾ കോപ്പർ ഇട്ടു, ചെമ്പ് നമ്മൾ ഇട്ടു. പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? രാസപ്രവർത്തനത്തിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. അതായത് സോഡിയം നമ്മൾ ജലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സോഡിയം ഇങ്ങനെ ഓടി നടന്ന് നന്നായിട്ട് റിയാക്ട് ചെയ്യും. ജലവുമായിട്ട് വളരെ നല്ലതായിട്ട് എന്ത് ചെയ്യും? ഈ സോഡിയം എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ഇതിന്റെ ഒരു രാസപ്രവർത്തനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സോഡിയം
Na എന്നുള്ളത് സോഡിയമാണ്. സോഡിയം ജലവുമായി ചേർന്ന് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ദാ പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഡിയം വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാവുന്നു. ഈ ഹൈഡ്രജൻ വാതകം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷേ കോപ്പർ ഇട്ടെടുത്ത് യാതൊരു റിയാക്ഷനും നടക്കുന്നില്ല. കോപ്പർ ഇതേപോലെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ വാതകത്തെ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വിടില്ല. അതും പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ലോഹമാണ് ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടാത്തത് എന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജലവുമായിട്ട് പ്രവർത്തിച്ച ലോഹം സോഡിയമാണ്, പ്രവർത്തന ഫലമായിട്ടുണ്ടായ വാതകം ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇതൊന്ന് നോക്കൂ, ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ലോഹങ്ങൾ പൊതുവെ ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പക്ഷെ എല്ലാ ലോഹങ്ങളും ഇങ്ങനെ ഹൈഡ്രജനെ പുറത്തേക്ക് വിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ കോപ്പർ, നമ്മുടെ ചെമ്പ്, സ്വർണം, വെള്ളി, പ്ലാറ്റിനം, ഇവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ജലവുമായി ചേർന്നിട്ട് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നില്ല. ഇതിന്റെ കാരണമൊക്കെ നിങ്ങൾ പഠിക്കും. കുറച്ചും കൂടി വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം ഇതിന്റെ കറക്റ്റ് കാരണം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. കോപ്പർ, ചെമ്പിന് വെള്ളവുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനെ പുറത്തേക്ക് വിടാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മളിപ്പോ സോഡിയത്തിന്റെ കാര്യം കണ്ടതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം, K എന്ന് എഴുതിയ പൊട്ടാസ്യം ആണ്, Ca കാൽഷ്യം ആണ്. ഇവരൊക്കെ തന്നെ തണുത്ത ജലവുമായി പ്രവർത്തിച്ച്, തണുത്ത വെള്ളവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടാറുണ്ട്. ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ, ടെക്സ്റ്റിൽ ഇല്ല എന്നാലും ഒന്ന് പഠിച്ചു വെക്കാം, വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. മെഗ്നീഷ്യം ആണെങ്കിൽ ചൂടുള്ള വെള്ളവുമായി പ്രവർത്തിച്ച്, ചൂട് ജലവുമായി പ്രവർത്തിച്ച് ആരെ പുറത്തേക്ക് വിടുന്നു, ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നു. ഇരുമ്പാണെങ്കിൽ Fe, അയൺ അല്ലെ, ഇരുമ്പാണെങ്കിൽ സ്റ്റീം, നീരാവിയുമായി പ്രവർത്തിച്ച് ആരെ പുറത്തേക്ക് വിടുന്നു, ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ പുറത്തേക്ക് വിടുന്നു. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ലോഹനാശനത്തിന്റെ എക്സാമ്പിൾ ആണ്. വെറുതെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ ലോഹത്തിന് മാറ്റം ഉണ്ടാവുന്നു, ലോഹം നശിക്കുന്നു. അന്തരീക്ഷ വായുവിലെ പല ഘടകങ്ങളുമായിട്ട് ചേർന്നിട്ടും ലോഹത്തിന് എന്തുണ്ടായി, നാശനം ഉണ്ടായി, ലോഹം നശിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ലോഹങ്ങളുടെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നോക്കാം. ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചില്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഹൈഡ്രജൻ പുറത്തേക്ക് വരുന്ന ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കാണുക, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഓക്കെ, അപ്പോ ഇതേപോലെ തന്നെ നമ്മുടെ ലോഹങ്ങൾ, മിക്കവാറും ഉള്ള ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ടും ഹൈഡ്രജൻ വാതകത്തെയാണ് പുറത്തേക്ക് വിടുന്നത്. ഇവിടെ കുറെ ടെസ്റ്റ് ട്യൂബ്സ് എടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് എല്ലാത്തിനകത്ത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാത്തിലും. ഇനി ഓരോന്നിലും നമ്മൾ ഒരെണ്ണത്തിൽ സിങ്ക് ഇടുന്നു, സിങ്കിന്റെ ഒരു കഷ്ണം ഇടുന്നു, ഒരെണ്ണത്തിൽ നമ്മൾ അലുമിനിയത്തിന്റെ ഒരു പീസ് ഇടുന്നു, അടുത്തതിൽ നമ്മൾ അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു കഷ്ണം ഇടുന്നു, വേറൊന്നിൽ മെഗ്നീഷ്യം ഇടുന്നു, മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിടുന്നു. ഓക്കെ, കോപ്പർ ആണ്, ഇത് കാൽഷ്യം അല്ല, കോപ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാത്തിനകത്ത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ലോഹത്തിന്റെയും ഓരോ പീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ റിയാക്ഷൻ നടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മെഗ്നീഷ്യം, സിങ്ക് പോലത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുമിളകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ധാരാളം കുമിളകൾ വരുന്നത് കാണാൻ പറ്റും. ആ വരുന്ന കുമിള എന്ന് പറയുന്നത് ഹൈഡ്രജൻ വാതകത്തിന്റെ കുമിളയായിരിക്കും അവിടെ ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇരുമ്പ് ഇട്ട ടെസ്റ്റ് ട്യൂബിനകത്ത് കുമിളകൾ വരും, പക്ഷെ വളരെ സാവധാനത്തിലായിരിക്കും അവിടെ കുമിളകൾ വരിക. അവിടെയും റിയാക്ഷൻ നടക്കുന്നുണ്ട്, കുറച്ച് പതുക്കെ അവിടെ റിയാക്ഷൻ നടക്കും. ഇനി ഈ കോപ്പർ ഇട്ട ആ ഒരു ടെസ്റ്റ് ട്യൂബിനകത്താണെങ്കിൽ ഒരു കുമിളയും വരില്ല. അതായത് ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യില്ല, ഈ ഒരു കോപ്പറും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന്, അല്ലെങ്കിൽ അവർ ചേർന്നിട്ട് അവിടെ ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കുമിളകളൊന്നും തന്നെ വരുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആസിഡുകളുമായി പ്രവർത്തിച്ചിട്ടും നമ്മുടെ ചെമ്പ് എന്തിനെ പുറത്തേക്ക് വിടുന്നില്ല, ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നില്ല. ചെമ്പ് ഇങ്ങനെ അധികം റിയാക്ഷനിൽ പങ്കെടുക്കാതെ വെറുതെ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ചെമ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും. സ്വർണം, വെള്ളി ഒക്കെ ആണെങ്കിലും ഇതേപോലെ ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് വിടുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു രാസപ്രവർത്തനം എഴുതിയിട്ടുണ്ട്. സിങ്ക് പ്ലസ് 2 HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ കണ്ടതാണ്. അവിടെ H2 ഹൈഡ്രജൻ ആണ് പുറത്തേക്ക് വന്നത്, ഇവിടെയൊക്കെ തന്നെ ഹൈഡ്രജൻ ആണ് പുറത്തേക്ക് വരുന്നത്.
ഓക്കെ, ശരി. അപ്പൊ ഈ കാരണത്തെ കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ മുറിക്കാൻ നമ്മുടെ ഇരുമ്പിന്റെ കത്തി യൂസ് ചെയ്യാത്തതും അതേപോലെ അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതും ഒക്കെ ഇങ്ങനെ ആസിഡുകൾക്ക് ലോഹങ്ങളുമായിട്ട് പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നാരങ്ങയിലും മോരിലും ഒക്കെ ആസിഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റീൽ കത്തിയാണെന്ന് പറയുന്നതിന്റെയും അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിന്റെയും കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. SCERT നന്നായിട്ട് പഠിക്കണം. SCERTയിലുള്ള അതേ സെന്റൻസുകൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഈ ലോഹങ്ങൾ എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? ലോഹങ്ങൾ കിട്ടുന്ന എവിടുന്നാ? നമുക്ക് ഈ ലോഹങ്ങളെ കുറിച്ച്, ലോഹങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ക്ലാസ്സിൽ ഒരു ഫുൾ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കാം. ലോഹങ്ങള് നമ്മുടെ ഈ പ്രകൃതിയിൽ പല 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 സംയുക്തങ്ങളായിട്ട് ലോഹങ്ങൾ കാണും. ഇപ്പൊ ഈ അലുമിനിയം എന്ന് പറയുന്നത് അലുമിനിയം ആയിട്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ അലുമിനിയം മറ്റു പലതുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെട്ട് പല പല വിവിധങ്ങളായിട്ടുള്ള സംയുക്തങ്ങളായിട്ട് ഈ അലുമിനിയം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു ലോഹം അടങ്ങിയിട്ടുള്ള ഈ ഭൂമിയിൽ കാണുന്ന വസ്തുക്കൾക്ക് നമ്മൾ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് വിളിക്കും. അപ്പൊ ഭൂവൽക്കത്തിൽ കാണുന്ന ഇങ്ങനെ ലോഹം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾക്ക് പറയുന്ന പേരാണ് ധാതുക്കൾ. ഈ ധാതുക്കളിൽ നിന്ന് രാസപ്രക്രിയ വഴി നമ്മൾ ആരെ വേർതിരിച്ചെടുക്കുന്നു? ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. ഇനി ഇതും PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് സ്വർണം. അതായത് നമ്മുടെ ഇപ്പൊ കഴുത്തിൽ നമ്മൾ മാലയായിട്ട് ഇടുന്ന സ്വർണം പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ പെട്ടെന്ന് സ്വർണം അങ്ങനെ എല്ലാവരുമായിട്ടും കൂടി ചേരാത്തത് കൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് നമുക്ക് ആരെ കാണാൻ കഴിയും? സ്വർണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്ന ഒരു ലോഹത്തിന്റെ ഉദാഹരണമാണ് സ്വർണം. അത് ക്രിയാശീലത അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ് കുറവായതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നത്. അടുത്തതും PSCയുടെ ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഭൂവൽക്കത്തിൽ, ഭൂമിയുടെ പ്രതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അലുമിനിയം ആണ്. ഭൂമിയുടെ പ്രതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇരുമ്പ്, കാൽഷ്യം മുതലായ ആൾക്കാർ തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ വരുന്നു. ഏറ്റവും കൂടുതൽ കാണുന്നത് അലുമിനിയം. അവിടെ ഓർമ്മിക്കണേ, ലോഹം എന്ന് ചോദിക്കുമ്പോഴാണ് അലുമിനിയത്തെ എഴുതാനുള്ളത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മൂലകം, എലമെന്റ് എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ലോഹം എന്ന് ചോദിച്ചാൽ അത് അലുമിനിയം ആണ്. ക്ലിയർ? ഇനി മനുഷ്യന്റെ ശരീരത്തിൽ ലോഹങ്ങൾ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അതായത് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വസ്തു എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഈ ഹീമോഗ്ലോബിനിൽ ആരടങ്ങിയിട്ടുണ്ട്? ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണ്. ഇനി നമ്മുടെ എല്ലും പല്ലും, എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഒരു ലോഹം വളരെ അത്യാവശ്യമാണ്. ആ ലോഹം കാൽഷ്യമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാലും കാൽഷ്യമാണ് ഉത്തരം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് വേണ്ടുന്ന ലോഹം കാൽഷ്യം ആണ്. ഓക്കെ, ഇനി നമ്മുടെ പലതരം കോശങ്ങളുടെ പലതരം പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. സോഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ പലതരം പ്രവർത്തനങ്ങൾ നടക്കാൻ ആവശ്യമാണ്. ഇനി ഒരുപാട് വേണ്ട, കുറച്ചേ മതി, കുറച്ച് മാത്രം ആവശ്യമുള്ള ലോഹങ്ങളാണ് സിങ്ക്, കോപ്പർ, സെലീനിയം മുതലായ ആൾക്കാർ. ഒരുപാടൊന്നും വേണ്ടെങ്കിലും പക്ഷെ ഇവർ തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. സിങ്ക്, കോപ്പർ, സെലീനിയം പോലത്തെ ലോഹങ്ങൾ ചെറിയ തോതിലാണെങ്കിലും നമുക്ക് ആവശ്യം ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരവുമായിട്ടും ലോഹങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തരാനും ലോഹങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞ ലോഹനാശനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. കൊറോഷൻ ഓഫ് മെറ്റൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇരുമ്പ് തുരുമ്പെടുക്കുന്നു അല്ലെ, ഇരുമ്പ് തുരുമ്പെടുക്കുന്നു. അപ്പൊ ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പ്രക്രിയ ലോഹനാശനത്തിന്റെ ഉദാഹരണമാണ്, കൊറോഷന്റെ ഉദാഹരണമാണ്. ഇവിടെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, PYQ ഡയറക്റ്റ് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന് വായുവാണ്, മറ്റൊന്ന് ജലാംശമാണ്. വായുവും ജലാംശവും. അപ്പൊ ഇരുമ്പിന്റെ തുരുമ്പെടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയയെ ഒന്നുകൂടി പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്, വായുവും ജലാംശവും ആണ്. ഓക്കെ, അതിനൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത്. 4 ടെസ്റ്റ് ട്യൂബുകൾ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് 4ലും നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആണിവിധം ഇടുന്നു. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നനഞ്ഞ കുറച്ച് പഞ്ഞി ഇടുന്നു. ഓക്കെ, നനഞ്ഞ പഞ്ഞിയാണ് കേട്ടോ, നനവുള്ള നനഞ്ഞ പഞ്ഞി നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ തുറന്നു വെക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ നീറ്റുകക്ക ഇടുകയാണ്. നീറ്റുകക്ക, ഓക്കെ, നീറ്റുകക്ക ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുന്നു. മൂന്നാമത്തേതിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഉപ്പ് വെള്ളം, ഓക്കെ, ഉപ്പ് ലൈന് നമ്മൾ ഒഴിച്ചിട്ട് തുറന്നു വെച്ചേക്കുന്നു. നാലാമത്തേതിൽ നമ്മൾ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡോ വിനാഗിരിയോ എന്തെങ്കിലും നമ്മൾ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തുറന്നു വെച്ചേക്കുന്നു.
ഒരാഴ്ച നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ അടച്ചു സൂക്ഷിച്ച നീറ്റുകൊക്കെ ഇട്ട് അടച്ചു സൂക്ഷിച്ച ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ആണി ഒഴികെ ബാക്കിയൊക്കെ തുരുമ്പെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ബാക്കിയൊക്കെ നമ്മൾ തുറന്നു വെച്ചേക്കാണ്, വായുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിനകത്ത് നനഞ്ഞ പഞ്ഞി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വായുവിന്റെ സാന്നിധ്യം ഉണ്ട്, ഈർപ്പത്തിന്റെ ജലാംശത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ അത് എന്ത് ചെയ്തത്, തുരുമ്പെടുത്ത് പോയത്. അടുത്ത ഉപ്പുവെള്ളം നമ്മൾ ഇട്ടപ്പോൾ അവിടെ വായുവിന്റെ സാന്നിധ്യം തുറന്നു വെച്ചേക്കാണ്, വായുവിന്റെ സാന്നിധ്യം ഉണ്ട്, വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ട്. ലവണം, ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലവണമാണല്ലോ, സോൾട്ട് ആണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, കഴിഞ്ഞ പാഠത്തിലും. അപ്പൊ ആ ഒരു ഉപ്പ് വെള്ളം, ലവണത്തിന്റെ സാന്നിധ്യം ഉണ്ട്. ഇതുകൊണ്ടും അവിടെ നന്നായിട്ട് എന്ത് ചെയ്തു, ലോഹനാശനം ഉണ്ടായി, ഇരുമ്പ് നന്നായിട്ട് എന്ത് ചെയ്തു, തുരുമ്പെടുത്തു. അടുത്ത മൂന്നാമത്തെ ഇതിൽ ഇവിടെയും വായു ഉണ്ട്, വിനാഗിരി അല്ലെങ്കിൽ ഒരു ആസിഡിന്റെ സാന്നിധ്യം ഉണ്ട്. അതും എന്ത് ചെയ്തു, നമ്മുടെ ലോഹനാശനത്തിന് കാരണമായി. അപ്പൊ ലോഹനാശനത്തെ സ്വാധീനിക്കുന്ന പലതരം ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആസിഡിന്റെ സാന്നിധ്യം ലോഹനാശനം ഉണ്ടാക്കുന്നുണ്ട്, ആസിഡിന്റെ സാന്നിധ്യം. പിന്നെ ലവണത്തിന്റെ സാന്നിധ്യം ലോഹനാശനം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഈർപ്പം അല്ലെങ്കിൽ ജലാംശം, പിന്നെ വായു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന രണ്ടുപേരെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വായുവും ജലാംശവുമാണ് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് എന്ത് ചെയ്യുന്നത്, തുരുമ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ കടൽ തീരപ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാര് അവരുടെ ജലാല കമ്പികൾ പെട്ടെന്ന് തുരുമ്പെടുത്തു പോകും. അതിന്റെ കാരണം പറയാൻ പറ്റുമോ? കടലിന്റെ ആ ഒരു തീരപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ ലവണത്തിന്റെ അംശം കൂടുതലായിരിക്കും അല്ലെ, കടലിൽ ഉപ്പുണ്ടല്ലോ, ആ ഉപ്പിന്റെ അംശവും വെള്ളത്തിന്റെ അംശവും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വേഗത്തിൽ അവിടുത്തെ ജനാലകള് തുരുമ്പെടുത്ത് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. നോക്കൂ, നമ്മുടെ മണ്ണെണ്ണയിൽ ചില ലോഹങ്ങളെ സൂക്ഷിക്കാറുണ്ട്. നേരത്തെ നമ്മൾ ലിഥിയത്തെ മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. സോഡിയം, പൊട്ടാസ്യം ഒക്കെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ്. അതിന്റെ കാരണവും നമ്മുടെ അന്തരീക്ഷ വായുവുമായിട്ടും വെള്ളവുമായിട്ടും ഇവന്മാര് റിയാക്ഷനിൽ ഏർപ്പെടുത്ത് ലോഹനാശനം ഉണ്ടാവും. അത് തടയാനാണ് നമ്മൾ ഇതിനെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് ലോഹനാശനം എന്ന് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ലോഹനാശനം തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെയിന്റ് അടിക്കുക അല്ലെ, പെയിന്റ് അടിക്കാമല്ലോ. പെയിന്റ് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവിധം ലോഹനാശനത്തെ തടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ജനാല കമ്പിയിലൊക്കെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ കുറെ നാളത് തുരുമ്പിക്കാതെ നിൽക്കും അല്ലെ. പിന്നെ നമുക്ക് ഗാൽവനൈസ് ചെയ്യാം. ഗാൽവനൈസ് എന്താണ് ഗാൽവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഗാൽവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് ഡയറക്റ്റ് ആയിട്ട് വായുമായിട്ട് കോണ്ടാക്ട് വന്നാലാണ് തുരുമ്പെടുത്ത് പോവുക. ഈ ഇരുമ്പിന്റെ മേലെ നമ്മൾ സിങ്ക് പൂശി വെക്കാറുണ്ട്. സിങ്ക് പൂശി അതിനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇരുമ്പിന്റെ മേലെ സിങ്ക് പൂശുന്ന പ്രവർത്തനമാണ് ഗാൽവനൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗാൽവനൈസേഷനിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്നത് PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനൈസേഷനിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗാൽവനൈസിംഗിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് സിങ്ക് ആണ്. സിങ്ക് ഇരുമ്പിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ സിങ്ക് ഇങ്ങനെ കോട്ടിംഗ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു ഇരുമ്പ് തുരുമ്പെടുക്കുന്ന തോതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇനി എല്ലാ ലോഹങ്ങൾക്കും ഒരേ തോതിലാണോ ലോഹനാശനം ഉണ്ടാകുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ പറഞ്ഞ പോലെ സ്വർണം, വെള്ളി പോലത്തെ ആൾക്കാര് ബാക്കിയുള്ള നമ്മുടെ ഇരുമ്പും ചെമ്പും ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നത് പോലെ അത്രയും വേഗത്തിൽ എന്ത് ചെയ്യുന്നില്ല? ബാക്കിയുള്ള നമ്മുടെ സ്വർണം, വെള്ളി പോലത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? ലോഹനാശനത്തിൽ ഏർപ്പെടുന്നില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ട് തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ള മറ്റു പോയിന്റ്സും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോയത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനാണ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് വേഗത്തിൽ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും വായിച്ചു നോക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.